പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ബൂട്ടി കാക്കി എന്ന ശാസ്ത്രീയ ബ്ലർബാണ് എടുക്കാൻ പോകുന്നത്. ബൂട്ടി കാക്കി പ്രേംചന്ദിന്റെ കഹാനിയാണ്. ഈ ബൂട്ടി കാക്കി എന്ന കഹാനി എഴുതിയിരിക്കുന്നത് പ്രേംചന്ദാണ്. അതിനെ ഗുൽസാർ ഇതിനെ ഒരു ഷോർട്ട് ഫിലിം ആക്കിയിരിക്കുന്നു. അതാണ് നമ്മൾക്ക്, അതായത് ഇതിന്റെ ബ്ലർബ് യാ ശാസ്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ബ്ലർബ് യാ ശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹെ? ശസ്തി അഥവാ ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഹിന്ദിയിലെ പ്രസിദ്ധനായ സാഹിത്യകാരൻ പ്രേംചന്ദിന്റെ ബൂട്ടി കാക്കി എന്ന കഹാനിക്ക് ഗുൽസാർ ഹൃദയസ്പർശിയായ ഒരു ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഹാനിയെ ഹൃദയസ്പർശിയായിട്ടുള്ള ഷോർട്ട് ഫിലിം ആക്കിയിരിക്കുന്നു. ഇതിന്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ സംക്ഷിപ്ത വിവരണം. ഈ സംക്ഷിപ്ത വിവരണത്തിനെ പറയുന്ന പേരാണ് എന്ത്? ശാസ്ത്രീയ ബ്ലർബ്. മനസ്സിലായില്ലേ? അതായത് സിനിമയായാലും കഥയായാലും ബ്ലർബ് കേട്ട് കഴിഞ്ഞാല്, സിനിമയാണെങ്കിൽ അത് കാണാനും കഥയാണെങ്കിൽ ആ ബുക്ക് വായിക്കാനുമുള്ള ആവേശം നമ്മളിൽ ഉണ്ടാകുന്നു. അതിനു വേണ്ടിയാണ് ഈ ശാസ്തി അഥവാ ബ്ലർബ് എഴുതുന്നത്. അതാണ് ഈ ബ്ലർബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലർബ് എന്നതിന്റെ ഉദ്ദേശം അതാണ്. മനസ്സിലായോ? ബ്ലർബ് किसी पुस्तक सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. അതായത് ബ്ലർബ് എന്ന് പറയുന്നത് ഏതെങ്കിലും പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ സിനിമയുടെയോ മറ്റെന്തെങ്കിലും പ്രചരണമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന പ്രേരകമായിട്ടുള്ള ഒരു സാരാംശം. അതായത് അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു പ്രേരണ ഉണ്ടാകുന്നു. അത് വായിക്കാനും അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ അത് കാണാനുമുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലർബ് മേ കിതാബ് യാ ഫിലിം സേ സംബന്ധിത മഹത്വപൂർണ്ണ ബാത്തോം കോ ഹി ഷാമിൽ കിയാ ജാതാ ഹെ. ഈ ബ്ലർബില് പുസ്തകത്തിന്റെ ആണെങ്കിൽ പുസ്തകത്തിന്റെ, അല്ലെങ്കിൽ ഫിലിം ആണെങ്കിൽ ഫിലിമിനെ കുറിച്ചിട്ടുള്ള മഹത്വപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. इसमें रचना और रचनाकार से संबंधित സംക്ഷിപ്ത വിവരൺ ഷാമിൽ ഹോഗ. ഇതില് രചനയെ കുറിച്ചും അതുപോലെ തന്നെ രചനാകാരനെ കുറിച്ചും ഉള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് നൽകിയിട്ടുണ്ടാവുക. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करता अच्छा होगा. ഏതെങ്കിലും ലോകപ്രിയനായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ അതിനെ കൂടെ നല്ല രീതിയിൽ ഒന്ന് വർണ്ണിച്ചിട്ടുണ്ടായിരിക്കും. ब्लर्ब आम तौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. ഈ ബ്ലർബ് എന്താണ്? ചപ്പന പറഞ്ഞ അച്ചടിക്കുക. ബ്ലർബ് പ്രിന്റ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രചനാക്കി തരഫ് പാഠകിയ, ആ രചനയെ കുറിച്ചിട്ട് വായനക്കാരനായാലും ദർശകനായാലും അതിൽ ആകർഷിതനാവുക എന്നതാണ് ഈ ബ്ലർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. ഈ ബ്ലർബ് വായിക്കുന്ന ഒരു വ്യക്തി സിനിമയാണെങ്കിൽ അത് കാണാനും കിതാബാണെങ്കിൽ അത് വായിക്കാനുമുള്ള ഒരു പ്രേരണ അവരിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ ബ്ലർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. ഈ ബ്ലർബിന്റെ ഭാഷയുടെ സൃജനാത്മക സ്വയം ഹി ഏക് സൃജനാത്മക കാര്യ ഹെ. ഇസ്കി ഭാഷ ഓർ പ്രസ്തുതി കി ശൈലി, ഇതിന്റെ ഭാഷയും അതുപോലെ തന്നെ അതിന്റെ പ്രസിദ്ധീകരണ രീതിയും വിചിത്രമാണെങ്കിൽ പഠിത്തേ ഹി പാഠക രചനാക്കെ പ്രതി ആകർഷിത് ഹോ ജായേ, അത് വായിച്ച ഉടനെ തന്നെ വായനക്കാരൻ ആ രചനയിൽ ആകർഷിതനാകുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ശാസ്ത്രീയ ബ്ലർബ് ഒരു സിനിമയായാലും കഥയായാലും സിനിമ കണ്ടതിന് ശേഷം കഥ വായിച്ചതിന് ശേഷം ആ വ്യക്തി എഴുതുന്നതാണ് ശാസ്ത്രീയ ബ്ലർബ് എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന ഒരാൾക്ക്
ആ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുക, കഥയാണെങ്കിൽ അത് വായിക്കാനുള്ള ആകാംക്ഷ ഉണ്ടാവുക. അതാണ് ഈ ബ്ലർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കണം ഇത് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ബ്ലർബ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഈ പാഠത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു ബ്ലർബ് എഴുതാനാണ് ആകർഷകമായ രീതിയിൽ, മറ്റുള്ളവരെ പ്രേരിതരാക്കുന്ന രീതിയിൽ, വായനക്കാരെ പ്രേരിതരാക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലർബ് എഴുതാം. അതാണ് നിങ്ങൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബൂട്ടി കാക്കി എന്ന പ്രേംചന്ദിന്റെ കഹാനിയുടെ ഒരു ബ്ലർബാണ്. അതിന് ശേഷമുള്ള ആ സിനിമയെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലജയി കഥാകാർ, ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലജയി കഥാകാരനായിട്ടുള്ള പ്രേംചന്ദിന്റെ മാർമിക ഹൃദയസ്പർശിയായിട്ടുള്ള കഹാനിയാണ് ബൂട്ടി കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में മാനവീയ കരുണ, മനുഷ്യന്റെ കാരുണ്യത്തിന്റെ ഭാവനയാൽ ഓതപ്രോതമായിട്ടുള്ള ഈ കഹാനിയിൽ ബൂട്ടാപ്പെ കി സമസ്യ, വൃദ്ധാവസ്ഥയിലുള്ള പ്രശ്നമാണ് ഇവിടെ പ്രസ്തുതീകരിച്ചിരിക്കുന്നത്. അതായത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലാതീതനായ കലാകാരൻ പ്രേംചന്ദിന്റെ ഹൃദയസ്പർശിയായ കഹാനിയാണ് ബൂട്ടി കാക്കി. ബൂട്ടി കാക്കി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ അമ്മായി അല്ലെങ്കിൽ വൃദ്ധയായ ചെറിയമ്മ. ഇതിനെ മാനവീയ കരുണാക്കി ഭാവനാസെ, ഇത് മാനവീയ കരുണ, മനുഷ്യരിൽ ഉണ്ടാകുന്ന കരുണയുടെ ഭാവനയാൽ ഓതപ്രോതമാണ് ഈ സിനിമ. ബൂട്ടാപ്പെ കി സമസ്യ കോ പ്രസ്തുത കിയാ ഗയാ ഹെ, ഇതില് വൃദ്ധാവസ്ഥയിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ പ്രസ്തുതമാക്കിയിരിക്കുന്നത്. വൃദ്ധജനോ കി ജായദാദ് സമ്പത്തി ലേനെ കെ ബാദ്, വൃദ്ധജനങ്ങളുടെ സമ്പത്ത് നേടിയതിനു ശേഷം ഉൻകി ഉപേക്ഷ കർണേ വാലെ സാമാജിക യഥാർത്ഥ കി ഓർ കഹാനി ഇശാര കർത്തി ഹെ, അവരുടെ സമ്പത്തൊക്കെ കൈക്കലാക്കിയതിന് ശേഷം അവരെ ഉപേക്ഷിക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കഹാനിയാണ് ഇവിടെ ഇശാര കർത്തി ഹെ, വിരൽ ചൂണ്ടുന്നത്. ബൂട്ടി കാക്കി കോ വിധവ ഹുയെ 5 വർഷ ഹോ ചുകെ ഹെ, ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഉസ്കെ ജവാൻ ബേട്ടെ കി ബി അകാൽ മൃത്യു ഹി, അവരുടെ ഈ ബൂട്ടി കാക്കിയുടെ ജവാൻ ബേട്ടെ യുവാവായ മകൻ അകാലത്തിൽ മരണപ്പെട്ടു. ഇസ് സംസാർ മേം ബൂട്ടിക്കോ അപ്പന കഹ്നെ വാല കോയി നഹീം, ഈ സമൂഹത്തിൽ, ഈ ലോകത്തില് ഈ ബൂട്ടി കാക്കിക്ക് തൻ്റേതെന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാക്കി അപ്പനി സാരി സമ്പത്തി ബദീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി ഥി, കാക്കി തൻ്റെ സമ്പത്തെല്ലാം, എല്ലാ സമ്പത്തും ബദീജെ എന്ന് പറഞ്ഞാൽ മരുമകന് വേണ്ടിയിട്ട് നൽകുന്നു. മരുമകൻ അതായത് സഹോദരന്റെ മകന് വേണ്ടിയിട്ട് നൽകുന്നു. എന്നിട്ട് ആ സഹോദരന്റെ മകന്റെ കൂടെ താമസിക്കുന്നു. ഇൻസാൻ കെ ലാലജ് കി കോയി സീമ നഹി ഹോത്തി, മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അതിരുകളില്ല. ലാലജ് അത്യാഗ്രഹം, സീമ അതിര്. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. ബുദ്ധിരാം ഓർ രൂപക്കോ, അതായത് ഇതിലുള്ള കഥാപാത്രങ്ങളാണ് ബുദ്ധിരാമും രൂപയും. ഈ ഭതീജയുടെ പേര് ബുദ്ധിരാം, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രൂപ. ബുദ്ധിരാമും രൂപയും അപ്പനി കാക്കിക്കെ പ്രതി തബ് തക്ക്, തൻ്റെ ആ വൃദ്ധയായിട്ടുള്ള അമ്മായിയോട്
തബ് തക്ക് ബഹുത് അച്ഛേ രഹത്തെ थे ആ സമയം വരെയാണ് വളരെയധികം നല്ല രീതിയിൽ പെരുമാറിയിരുന്നത്. ജബ് തക്ക് ഏത് സമയം വരെ എന്നാൽ വഹ് ഉനെ അപ്പനി സാരി സമ്പത്തി അവർ തന്റെ എല്ലാ സമ്പത്തും ഉപഹാർ മേ നഹി ദേ ദേത്തി ഉപഹാരമായിട്ട് സമ്മാനമായിട്ട് നൽകാതിരുന്നിടത്തോളം സമയം. അതായത് ഈ ബൂട്ടി കാക്കി ഭതീജയ്ക്ക് തന്റെ സ്വത്തുക്കളെല്ലാം സമ്മാനമായി നൽകാതെ ഇരുന്ന സമയത്താണ് അവര് ഈ ബൂട്ടി കാക്കിയെ നന്നായിട്ട് നോക്കിയിരുന്നത്. എപ്പോഴാണോ ബൂട്ടി കാക്കി അവരുടെ സ്വത്തുക്കളെല്ലാം ഈ ഭതീജയ്ക്ക് വേണ്ടി നൽകിയത് ആ സമയം മുതൽ അവർ ഈ ബൂട്ടി കാക്കിയെ ശ്രദ്ധിക്കാതെയായി. वे लोग बात बात पर बूटी काकी का अपमान और तिरस्कार करते थे. ഇവർ രണ്ടുപേരും എന്താ ചെയ്യാ? ബാത്ത് ബാത്ത് പർ ഓരോ കാര്യത്തിനും ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബർ പേട്ട് ഭോജൻ സേ ബി ബഹു വഞ്ചിത് തി വയർ നിറച്ച് ഭക്ഷണം പോലും അവർക്ക് നൽകിയിരുന്നില്ല. ജോ റിശ്തേ ടീലി ബുനിയാദ് പർ ടിക്കെ ഹോത്തെ ഹേ വേ റിശ്തേ ഹി ഖത്മ ഹോ ജാത്തെ ഹേ. छोटी लड़की लाडली परिवार में एकमात्र ऐसी है. ചോട്ടി ലടുക്കി അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ലാഡലി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. പരിവാർമ ഏകമാത്ര ഐസി ഹെ ആ കുടുംബത്തിൽ ഒരേ ഒരു സഹായം ആ പെൺകുട്ടി മാത്രമായിരുന്നു. ജോ ഉസ് ഗരീബ് ആത്മാക്കി ദേഖ്ഭാൽ കർത്തി ഹെ. ജോ ഉസ് അവളായിരുന്നു ആ ദരിദ്രയായിട്ടുള്ള ആത്മാവിനെ ആ ദരിദ്രയായിട്ടുള്ള ബൂട്ടി കാക്കിയെ സംരക്ഷിച്ചിരുന്നത്. അതായത് ആ ബൂട്ടി കാക്കിയെ സംരക്ഷിക്കാൻ അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ വീട്ടിലെ പെൺകുട്ടിയായ ലാഡലിയായിരുന്നു. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുംഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയമായ കഹാനിക്ക് വേണ്ടി ഗുൽസാർ എഴുതിയിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഫിലിമിന്റെ ഒരു ബ്ലർബ് അഥവാ ശസ്തിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. മനസ്സിലായില്ലേ? ശസ്തിയ ബ്ലർബ്, ഇങ്ങനെയാണ് ശസ്തിയ ബ്ലർബ് എഴുതേണ്ടത്. അത് കേൾക്കുന്ന സമയത്ത് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് സിനിമയായാലും കഥയായാലും അത് കാണാനും വായിക്കാനുമുള്ള ഒരു ആവേശം ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇത് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് ഈ ബൂട്ടി കാക്കി സിനിമയിലെ കഥ എന്തായിരിക്കും എന്ന ഒരു തോന്നൽ, അതറിയാനുള്ളൊരു തോന്നൽ വരുന്നില്ലേ? അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഈ ബൂട്ടി കാക്കി എന്ന സിനിമയുടെ കഥ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കുക, വായിച്ച് പഠിക്കുക, എങ്ങനെയാണ് ഒരു ബ്ലർബ് തയ്യാറാക്കേണ്ടത് എന്നത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.